ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 25 കറണ്ട് അഫയേഴ്സ് വെച്ച് 4 ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ടോട്ടൽ 100 കറണ്ട് അഫയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ വെറുതെ പഠിച്ചു പോയിട്ട് മാത്രം കാര്യമില്ലല്ലോ, അതൊന്ന് റിവിഷൻ ചെയ്യണമല്ലോ. അതുകൊണ്ട് റിവിഷനായിട്ടൊന്ന് ചെയ്യാമെന്ന് ഓർത്തു. ആ 4 വീഡിയോസും കൂടി ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും പറ്റും, ഓർത്തെടുക്കാനും പറ്റും. നമ്മൾ വെറുതെ പഠിച്ചു പോയിട്ട് മാത്രം കാര്യമില്ല, ഇത് നമ്മളെപ്പോഴും റിവിഷൻ ചെയ്യേണ്ടതുമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര. കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ. കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമാണ് തളിപ്പറമ്പ്. കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കിയ ഉദ്ബോധ് പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കിയ ഉദ്ബോധ് പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഡിമെൻഷ്യ എന്ന രോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഉദ്ബോധ്. ആരാണ് നടപ്പിലാക്കിയത്? കൊച്ചി കോർപ്പറേഷൻ. 2023 നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023 നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ചേർത്തല തങ്കപ്പ പണിക്കർ. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 1ാം സ്ഥാനം നേടിയത്? 2023 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 1ാം സ്ഥാനം നേടിയത് വിയ്യപുരം ചുണ്ടൻ. അപ്പോൾ നമുക്ക് ഈ 5 ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമാണ് തളിപ്പറമ്പ്. കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കിയ ഉദ്ബോധ് പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഡിമെൻഷ്യ. 2023 നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 1ാം സ്ഥാനം നേടിയത് വിയ്യപുരം ചുണ്ടൻ. മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത്? മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്കാണ് മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡ് ലഭിച്ചത്. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ധർമ്മടം. ധർമ്മടമാണ് രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കേരളം. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനവും കേരളമാണ്. അപ്പോൾ ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനവും പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനവും കേരളമാണ്. ആദ്യ കടലാസ് രഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം. ആദ്യ കടലാസ് രഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ആദ്യ കടലാസ് രഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡ് ലഭിച്ചത് ഉമ്മൻചാണ്ടിക്ക്. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ധർമ്മടം. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. ആദ്യ കടലാസ് രഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഗഗൻയാൻ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുത്ത മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഏത് ജില്ലക്കാരനാണ്? ഗഗൻയാൻ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുത്ത മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഏതു ജില്ലക്കാരനാണ്? പാലക്കാട്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി പത്തനംതിട്ട. ജിമെയിലിനു ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനം. ജിമെയിലിനു ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനമാണ് എക്സ്മെയിൽ. എക്സ്മെയിലാണ് ജിമെയിലിനു ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14.
ഗഗൻയാൻ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുത്ത മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഏതു ജില്ലക്കാരനാണ്? പാലക്കാട്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതിയാണ് പത്തനംതിട്ട. ജിമെയിലിനു ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനമാണ് എക്സ്മെയിൽ. 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം. 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണ് സുദർശൻ സേതു. സുദർശൻ സേതുവാണ് 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം. മലയാളത്തിൽ ആദ്യമായി 200 കോടി നേടിയ സിനിമ. മലയാളത്തിൽ ആദ്യമായി 200 കോടി നേടിയ സിനിമ മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് ആണ് മലയാളത്തിൽ ആദ്യമായി 200 കോടി നേടിയ സിനിമ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത്. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത് വയനാട്. വയനാടാണ് ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത്. ഒന്നുകൂടെ നോക്കാം. 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണ് സുദർശൻ സേതു. മലയാളത്തിൽ ആദ്യമായി 200 കോടി നേടിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത് വയനാട്. നാരി ശക്തി വദൻ അധിനിയം എന്ന പേരിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ഭരണഘടനയുടെ എത്രാമത് ഭേദഗതി ബില്ലാണ്? 128. 128ാമത്തെ ബില്ലാണ്. 2023 സരസ്വതി സമ്മാൻ ജേതാവ്. 2023 സരസ്വതി സമ്മാൻ ജേതാവാണ് പ്രഭാവർമ്മ. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് 2024 ജനുവരി 22. 2024 ഒളിമ്പിക്സ് വേദി. 2024 ഒളിമ്പിക്സ് വേദി പാരീസ്. നാരി ശക്തി വദൻ ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്ന്? നാരി ശക്തി വദൻ ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്ന്? 2023 സെപ്റ്റംബർ 21. ഒന്നുകൂടെ നോക്കാം. നാരി ശക്തി വദൻ അധിനിയം എന്ന പേരിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ഭരണഘടനയുടെ എത്രാമത് ഭേദഗതി ബില്ലാണ്? 128. 2023 സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാവർമ്മ. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് 2024 ജനുവരി 22. 2024 ഒളിമ്പിക്സ് വേദി പാരീസ്. നാരി ശക്തി വദൻ ബിൽ രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21. ചാന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേര്. ചാന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേര് വിക്രം. ചാന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം. ചാന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം LVM-3 M4. LVM-3 M4 ആണ് ചാന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണ വാഹനം. ചാന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം. ലോകബാങ്കിൻ്റെ 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. ലോകബാങ്കിൻ്റെ 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 38. ഇത് 2 തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഓർത്ത് വയ്ക്കുക. ലോകബാങ്കിൻ്റെ 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 38. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെ? ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെ? കളമശ്ശേരി. ഏതു ജില്ലയാണ്? എറണാകുളം. ആസാമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത്. ആസാമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത് കാജി നീമു. കാജി നീമു ആണ് ആസാമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ഗവൺമെൻറ് ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായി നിലവിൽ വന്നത്. കേരളത്തിലെ ഗവൺമെൻറ് ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2023 ജനുവരി 3. 2023 ജനുവരി 3-നാണ് കേരളത്തിലെ ഗവൺമെൻറ് ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായി നിലവിൽ വന്നത്. കേരള ചീഫ് സെക്രട്ടറി. കേരള ചീഫ് സെക്രട്ടറി വി വേണു. വി വേണുവാണ് കേരള ചീഫ് സെക്രട്ടറി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ലോകബാങ്കിൻ്റെ 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 38.
ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കളമശ്ശേരി, എറണാകുളം ജില്ല. അസാമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത് കാജി നീമു. കേരളത്തിലെ ഗവൺമെൻറ് ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2023 ജനുവരി 3. കേരള ചീഫ് സെക്രട്ടറി വി. വേണു. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ്? ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, റൂർക്കേല ഒഡീഷയിലാണ് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, റൂർക്കേല, ഒഡീഷ. 2023 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമത് എത്തിയ രാജ്യം. 2023 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമത് എത്തിയ രാജ്യമാണ് ജപ്പാനാണ് 2023 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമത് എത്തിയ രാജ്യം. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 85. ഇന്ത്യയുടെ സ്ഥാനമാണ് 85. രാജ്യത്തെ ആദ്യ പോർട്ട് ടാക്സി എന്താണ്? രാജ്യത്തെ ആദ്യ പോർട്ട് ടാക്സി എന്ന് വെച്ചാൽ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനം നിലവിൽ വരുന്നത്. രാജ്യത്തെ ആദ്യ പോർട്ട് ടാക്സി അഥവാ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനം നിലവിൽ വരുന്നത് മുംബൈ. ഏത് റഷ്യൻ വിപ്ലവ നേതാവിൻ്റെ 100ാം ചരമവാർഷികമാണ് 2024 ജനുവരി 21 ആചരിച്ചത്? ഏത് റഷ്യൻ വിപ്ലവ നേതാവിൻ്റെ 100ാം ചരമവാർഷികമാണ് 2024 ജനുവരി 21 ആചരിച്ചത്? ലെനിൻ. 2024 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്? 2024 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബൂർഗ്, ഫ്രാൻസ് ആണ് 2024 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ഒഡീഷയിലെ റൂർക്കേലയിൽ സ്ഥിതി ചെയ്യുന്ന ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം. 2023 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ജപ്പാൻ. ഇന്ത്യയുടെ സ്ഥാനം 85. രാജ്യത്തെ ആദ്യ പോർട്ട് ടാക്സി അഥവാ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനം നിലവിൽ വരുന്നത് മുംബൈ. ഏത് റഷ്യൻ വിപ്ലവ നേതാവിൻ്റെ 100ാം ചരമവാർഷികമാണ് 2024 ജനുവരി 21 ആചരിച്ചത്? ലെനിൻ്റെ. 2024 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബൂർഗ്, ഫ്രാൻസ്. 2024 T20 വേൾഡ് കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി. 2024 T20 വേൾഡ് കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് സഞ്ജു സാംസൺ. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ഇന്ത്യ. 2024 ഏപ്രിൽ സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കിയ ബില്ല് പാസാക്കിയ രാജ്യം. 2024 ഏപ്രിലിൽ സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസാക്കിയ രാജ്യമാണ് ഇറാഖ്. 2024 ഒളിമ്പിക്സ് വേദി. 2024 ഒളിമ്പിക്സ് വേദി പാരീസ്. 2024 ജനുവരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ല. 2024 ജനുവരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 2024 T20 വേൾഡ് കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് സഞ്ജു സാംസൺ. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇന്ത്യ. 2024 ഏപ്രിലിൽ സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കിയ ബില്ല് പാസാക്കിയ രാജ്യമാണ് ഇറാഖ്. 2024 ഒളിമ്പിക്സ് വേദി പാരീസ്. 2024 ജനുവരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ല ആലപ്പുഴ. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷത പദവി വഹിക്കുന്ന രാജ്യം. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യ. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദി. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദി തമിഴ്നാട്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്. കേരള നിയമസഭാ സ്പീക്കർ. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. AN ഷംസീറാണ് കേരള നിയമസഭാ സ്പീക്കർ.
ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. കൊല്ലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യ. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദി തമിഴ്നാട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ്. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഏതു വർക്കിനാണ്? കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആര്? ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആര്? ജനറൽ അനിൽ ചൗഹാൻ. ജനറൽ അനിൽ ചൗഹാനാണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ അറബ് വനിത. ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ അറബ് വനിതയാണ് റയാന അൽ ബർനാവി. റയാന അൽ ബർനാവിയാണ് ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ അറബ് വനിത. വിവാദമായതോടെ പിൻവലിച്ച നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ്? വിവാദമായതോടെ പിൻവലിച്ച നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ്? S സോമനാഥ്. ISRO ചെയർമാനായ S സോമനാഥിൻ്റെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ. ദ്രോണാചാര്യർ അവാർഡ് 2023 ലഭിച്ച മലയാളി. ദ്രോണാചാര്യർ അവാർഡ് 2023 ലഭിച്ച മലയാളി E ഭാസ്കരൻ. E ഭാസ്കരനാണ് 2023 ദ്രോണാചാര്യർ അവാർഡ് ലഭിച്ച മലയാളി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ വർക്കായ കവിത മാംസഭോജിയാണ് എന്നതിനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് ജനറൽ അനിൽ ചൗഹാൻ. ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ അറബ് വനിതയാണ് റയാന അൽ ബർനാവി. വിവാദമായതോടെ പിൻവലിച്ച നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ്? S സോമനാഥ്. ദ്രോണാചാര്യർ അവാർഡ് 2023 ലഭിച്ച മലയാളിയാണ് E ഭാസ്കരൻ. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യം. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. ജപ്പാനാണ് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യം. അപ്പോൾ നമുക്ക് ബാക്കി 4 രാജ്യങ്ങളുടെ പേരൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ആദ്യത്തേത് USA, 2ാമത്തെ രാജ്യം റഷ്യ, 3ാമത്തെ രാജ്യം ചൈന, 4ാമത്തെ രാജ്യം ഇന്ത്യ. ഒഡീഷ മുഖ്യമന്ത്രി. ഒഡീഷ മുഖ്യമന്ത്രി ആരാണ്? മോഹൻ മജ്ഹി. ഒഡീഷ മുഖ്യമന്ത്രിയാണ് മോഹൻ മജ്ഹി. ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് N ചന്ദ്രബാബു നായിഡു. N ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രി. ജപ്പാൻ ഇന്ത്യ നാവിക അഭ്യാസം ജിമെക്സ് 2024 വേദി. ജപ്പാൻ ഇന്ത്യ നാവിക അഭ്യാസം ജിമെക്സ് 2024 വേദി യോക്കോസുക. യോക്കോസുകയാണ് ജപ്പാൻ ഇന്ത്യ നാവിക അഭ്യാസമായ ജിമെക്സ് 2024 വേദി. കേരള കൃഷി വകുപ്പ് മന്ത്രി. കേരള കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. USA, റഷ്യ, ചൈന, ഇന്ത്യയാണ് ബാക്കി 4 രാജ്യങ്ങൾ. ഒഡീഷ മുഖ്യമന്ത്രിയാണ് മോഹൻ മജ്ഹി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ് N ചന്ദ്രബാബു നായിഡു. ജപ്പാൻ ഇന്ത്യ നാവിക അഭ്യാസമായ ജിമെക്സ് 2024 വേദിയാണ് യോക്കോസുക. കേരള കൃഷി വകുപ്പ് മന്ത്രിയാണ് P പ്രസാദ്. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് ആണ് 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം. 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? റീഡ് യുവർ വേ.
റീഡ് യുവർ വേ ആണ് 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ച മലയാളം. സ്വരാജ് ട്രോഫി 2022-23 വർഷത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്ത്. സ്വരാജ് ട്രോഫി 2022-23 വർഷത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്താണ് തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് സ്വരാജ് ട്രോഫി 2022-23 മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ISRO ചെയർമാൻ. ISRO ചെയർമാനാണ് S. സോമനാഥ്. DRDO ചെയർമാൻ. DRDO ചെയർമാനാണ് സമീർ വി കമത്ത്. സമീർ വി കമത്താണ് DRDO ചെയർമാൻ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയമാണ് റീഡ് യുവർ വേ. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ച മലയാളം. സ്വരാജ് ട്രോഫി 2022-23 വർഷത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം. ISRO ചെയർമാനാണ് S. സോമനാഥ്. DRDO ചെയർമാനാണ് സമീർ വി കാമത്ത്. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ബ്രിട്ടൻ. ബ്രിട്ടനാണ് ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഡിജി കേരളം. ഡിജി കേരളമാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ. സജി ചെറിയാനാണ് കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടകവർഷമായി ആചരിച്ചത്. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടകവർഷമായി ആചരിച്ചത് 2024. 2024 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടകവർഷമായി ആചരിച്ചത്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ് R. വെങ്കിട്ടരമണ. R. വെങ്കിട്ടരമണയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ബ്രിട്ടൻ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഡിജി കേരളം. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടകവർഷമായി ആചരിച്ചത് 2024. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണ. വനിതാ സംവരണ ബില്ലായ നാരി ശക്തി വദൻ അധിനിയം ബിൽ രാജ്യസഭ പാസാക്കിയത്. വനിതാ സംവരണ ബില്ലായ നാരി ശക്തി വദൻ അധിനിയം ബില്ല് രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21. 2023 സെപ്റ്റംബർ 21 നാരി ശക്തി വദൻ അധിനിയം ബിൽ രാജ്യസഭ പാസാക്കിയത്. നാരി ശക്തി വദൻ അധിനിയം ബില്ല് പ്രസിഡന്റ് ഒപ്പുവച്ചത് എന്ന്. നാരി ശക്തി വദൻ അധിനിയം ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവച്ചത് എന്ന് 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28 നാരി ശക്തി വദൻ അധിനിയം ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസണാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് എന്ന്. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് എന്ന് 2024 ജനുവരി 22. 2024 ജനുവരി 22 അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത്. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് PK വീരമണിദാസൻ. PK വീരമണിദാസനാണ് 2024 ഹരിവരാസന പുരസ്കാരം നേടിയത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. വനിതാ സംവരണ ബില്ലായ നാരി ശക്തി വദൻ അധിനിയം ബിൽ രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21. നാരി ശക്തി വദൻ അധിനിയം ബിൽ
പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് 2024 ജനുവരി 22. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് PK വീരമണി ദാസൻ. 2023 മുതൽ G20യിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗം. 2023 മുതൽ G20യിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗം ആഫ്രിക്കൻ യൂണിയൻ. ആഫ്രിക്കൻ യൂണിയനാണ് 2023 മുതൽ G20യിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗം. 2025 G20 ഉച്ചകോടി വേദി എവിടെ? 2025 G20 ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലാണ് 2025 G20 ഉച്ചകോടി നടക്കുന്നത്. 2024 ലോക ആരോഗ്യദിന പ്രമേയം. 2024 ലോക ആരോഗ്യദിന പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ് അഥവാ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് 2024 ലോക ആരോഗ്യദിനത്തിൻ്റെ പ്രമേയം. 2024 ലോക ഭൗമദിന പ്രമേയം. 2024 ലോക ഭൗമദിന പ്രമേയം എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ആണ് 2024 ലോക ഭൗമദിന പ്രമേയം. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2023 മുതൽ G20യിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗമാണ് ആഫ്രിക്കൻ യൂണിയൻ. 2025 G20 ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്ക. 2024 ലോക ആരോഗ്യദിന പ്രമേയമാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ് അഥവാ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 ലോക ഭൗമദിന പ്രമേയമാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. കേരളത്തിലെ പുതുക്കിയ തൊഴിലുറപ്പ് വേതനം. കേരളത്തിലെ പുതുക്കിയ തൊഴിലുറപ്പ് വേതനമാണ് 346 രൂപ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചതെന്ന്. 22 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ കേരളത്തിലെ പുതുക്കിയ തൊഴിലുറപ്പ് വേതനമാണ് 346 രൂപ. 2023 വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത്. 2023 വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കൊക്കെയാണ്? കാറ്റലിൻ കാരിക്കോ ഹംഗറി, ഡ്രൂ വെയിൽസ്മാൻ USA. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തൻ. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ജില്ല. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. നിലവിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി. നിലവിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ പുതുക്കിയ തൊഴിലുറപ്പ് വേതനമാണ് 346 രൂപ. 2023 വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത് കാറ്റലിൻ കാരിക്കോ ഹംഗറി, ഡ്രൂ വെയിൽസ്മാൻ USA. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തൻ. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. നിലവിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 2028 ഒളിമ്പിക്സ് വേദി അഥവാ സമ്മർ ഒളിമ്പിക്സ് വേദി. 2028 സമ്മർ ഒളിമ്പിക്സ് വേദിയാണ് ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2026 ഫിഫ വേൾഡ് കപ്പ് വേദി. 2026 ഫിഫ വേൾഡ് കപ്പ് വേദി എവിടെയൊക്കെയാണ്? അമേരിക്ക, കാനഡ, മെക്സിക്കോ. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ BS മാവോജി. BS മാവോജിയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ കാരണമായ ചുഴലിക്കാറ്റ്. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് മിഷോങ്. മിഷോങ് ആണ് 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്. നിലവിലെ UPSC ചെയർമാൻ ആര്? നിലവിലെ UPSC ചെയർമാൻ ആര്? മനോജ് സോണി. നിലവിലെ UPSC ചെയർമാനാണ് മനോജ് സോണി. അപ്പോൾ ഒന്നുകൂടി നോക്കാം. 2028 ഒളിമ്പിക്സിൻ്റെ വേദിയാണ് ലോസ് ഏഞ്ചൽസ്. 2026 ഫിഫ വേൾഡ് കപ്പ് വേദികളാണ് അമേരിക്ക, കാനഡ, മെക്സിക്കോ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ് BS മാവോജി. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് മിഷോ. നിലവിലെ UPSC ചെയർമാനാണ് മനോജ് സോണി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് U ഷറഫ് അലി.
ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓഗസ്റ്റ് 23. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആശിഷ് ജിതേന്ദ്ര ദേശായി. ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 2024 G20 ഉച്ചകോടി വേദി. 2024 G20 ഉച്ചകോടി വേദിയാണ് ബ്രസീൽ. 2023 വയലാർ അവാർഡ് ലഭിച്ചത്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. ഏത് വർക്കാണ്? ജീവിതം ഒരു പെൻഡുലം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് U. ഷറഫ് അലി. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ഓഗസ്റ്റ് 23. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി. 2024 G20 ഉച്ചകോടി വേദി ബ്രസീൽ. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക്. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര്. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരാണ് പ്രഗ്യാൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. നാരി ശക്തി വദൻ അധിനിയം ബിൽ ലോകസഭ പാസാക്കിയത്. നാരി ശക്തി വദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം. 2023 ജൂലൈയിൽ വജ്ര ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനം. 2023 ജൂലൈയിൽ വജ്ര ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരാണ് പ്രഗ്യാൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. നാരി ശക്തി വദൻ അധിനിയം ബിൽ ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം. 2023 ജൂലൈയിൽ വജ്ര ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായി. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെ? രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെ? ഹൈദരാബാദ്. കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് 2023. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായി. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിൽ. കേരളത്തിലെ ആദ്യ സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം. കേരള പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 100 ക്വസ്റ്റ്യൻസ്. ഓൾറെഡി നമ്മളിത് ക്ലാസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ഓർമ്മ വന്നെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്